ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂൺ മാസം ആദ്യ പകുതിയിൽ കർക്കിടകക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. പുണർതം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യൻ ഇടവം രാശിയിലും ചൊവ്വ മേടൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ബുധൻ മിഥുനൻ രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 8-ാം തീയതി വരെ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ധാരാളം ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. പ്രധാനമായും സ്ഥാനാന്തര പ്രാപ്തിയാണ് സൂര്യന്റെ ചാരഫലം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒരു ഉയർച്ച ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും തൊഴിലാളികൾക്കും അവരുടെ കർമ്മ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പ്രമോഷനോ സ്ഥലം മാറ്റമോ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കണ്ടെത്തുവാൻ സാധിക്കും. കർമ്മരംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. കൂടുതൽ സാമ്പത്തിക നേട്ടവും അധികാരവും കൈയാളുവാൻ കഴിയുന്ന സ്ഥാനത്തേക്ക് ഈ കൂറിൽപ്പെട്ടവർക്ക് മാറുവാൻ സാധിക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് മാറുന്നതിനും അവിടെ പ്രവർത്തിച്ച് വിജയിക്കുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ എല്ലാ തരത്തിലും ജീവിതത്തിൽ ഐശ്വര്യം കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടും. രോഗ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് ഒരു മുക്തി ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ പരാധീനത പരിഹരിക്കുവാനും സൂര്യന്റെ 11-ാം ഭാവസ്ഥിതി ഈ കൂറുകാരെ സഹായിക്കും. 10-ാം ഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. 10-ാം ഭാവത്തിലെ ചൊവ്വ ഈ കൂറുകാർക്ക് ധാരാളം ധന ലാഭം ഉണ്ടാക്കി കൊടുക്കും. വിവിധ മേഖലകളിൽ നിന്നും സാമ്പത്തികമായ നേട്ടം അനുഭവപ്പെടും. ഉദ്യോഗത്തിൽ നിന്നോ കൃഷിയിൽ നിന്നോ മാസവാടക ഇനത്തിലോ നിക്ഷേപങ്ങൾ നടത്തിയ വകയിലോ ഒക്കെ കൂടുതൽ ലാഭങ്ങൾ ഈ കൂറുകാർക്ക് വന്നു ചേരും. വളരെ കാലമായി തിരികെ ലഭിക്കാനുള്ള പണം ഇവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തിരികെ ലഭിക്കും. അതുപോലെ ചിട്ടിയും ലോണും ഒക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്കും പെട്ടെന്ന് തന്നെ അത് ലഭ്യമാകും. ബുധൻ ഈ കൂറുകാർക്ക് 12-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി ഇവർക്ക് അത്ര അനുകൂലമല്ല. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ ചെറിയ രോഗലക്ഷണങ്ങളും കാണുവാൻ സാധ്യത ഉണ്ട്. ബുധന്റെ അനിഷ്ട സ്ഥിതി മൂലമുള്ള ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും ഇല്ലാതാക്കുന്നതിന് വിഷ്ണുവിന് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് സഹായിക്കും. വ്യാഴം 2-ാം തീയതി മുതൽ ഇവർക്ക് ലഗ്നഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1-ാം തീയതി 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധാരാളം ഗുണഫലങ്ങൾ ഇവർക്ക് നൽകും. സ്ഥാനചലനം, ധനനഷ്ടം, കലഹം, ബുദ്ധിക്ക് മന്ദത ഇതൊക്കെ ലഗ്നഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലമാണ്. എങ്കിലും ഇവിടെ കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനായിട്ട് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല. പകരം കൂടുതൽ ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യും. ശാരീരികവും മാനസികവുമായി കൂടുതൽ ഉന്മേഷവും ഉണർവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ആത്മധൈര്യം എല്ലാ രംഗത്തും കൂടുതലായിട്ട് പ്രകടിപ്പിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. രോഗ ദുരിതങ്ങൾ അനുഭവിച്ചു വന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയിക്കുവാൻ കഴിയുന്നതാണ്. പേരും പ്രശസ്തിയും ലഗ്നഭാവത്തിലെ വ്യാഴം ഈ കൂറുകാർക്ക് നൽകും. വ്യാഴത്തിന്റെ 5-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. സന്താന സൗഖ്യം കൂടുതലായി അനുഭവപ്പെടും. അതുപോലെ ബുദ്ധിപരമായ സാമർഥ്യം വിവിധ മേഖലകളിൽ പ്രകടിപ്പിക്കുവാനും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവരെ കൊണ്ട് കഴിയും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ്. 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ രംഗത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതുപോലെ വിവാഹ ആലോചനകൾ നടക്കുന്ന യുവതി യുവാക്കൾക്കും അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരികെ എടുക്കുവാനുള്ള ശ്രമം കൂടുതൽ വിജയത്തിൽ എത്തുന്നതാണ്. 9-ാം ഭാവത്തിലേക്കുള്ള
വ്യാഴദൃഷ്ടിയും ഇവർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ നൽകും. ഗുരുക്കന്മാരെയും പിതാവിനെയും സന്തോഷിപ്പിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള അവസരം ലഭിക്കും. അവരുടെ സന്തോഷം മൂലം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. പിതൃസ്വത്ത് ലഭിക്കാനുള്ളവർക്കും അത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിന് ഇവർക്ക് അവസരമുണ്ടാവും. ശുക്രൻ ഇവർക്ക് 8-ാം തീയതി വരെ സ്ഥിതി ചെയ്യുന്നത് 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രന്റെ ചാരഫലം ഉത്കൃഷ്ടമായ മാർഗത്തിലൂടെയുള്ള ധനാഗമമാണ്. യാതൊരു കളങ്കവും കാണിക്കാതെ, യാതൊരു കൃത്രിമവും ഇല്ലാതെ നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. കൃഷി ആയിക്കോട്ടെ, കച്ചവടം ആയിക്കോട്ടെ, വ്യവസായം ആയിക്കോട്ടെ, ഈ ഏത് മേഖലയിൽ നിന്നും ശരിയായ രീതിയിൽ ധാരാളം ലാഭം ഉണ്ടാക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും. അതുപോലെ വിശിഷ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങാനും അതൊക്കെ ഉപയോഗിക്കുവാനും ഇവർക്ക് ഈ ശുക്രന്റെ 12-ാം ഭാവത്തിലെ സ്ഥിതി സഹായിക്കും. 8-ാം തീയതി മുതൽ ഇവർക്ക് ലഗ്നഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. അത് കൂടുതൽ സൗഭാഗ്യങ്ങൾ ഇവർക്ക് നൽകും. ഉത്കൃഷ്ടമായ ഭക്ഷണ സൗഖ്യം ഇവർക്ക് അനുഭവപ്പെടും. തങ്ങൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. പല കാരണങ്ങളാൽ അകന്നു കഴിയേണ്ടി വരുന്ന ദമ്പതിമാർക്ക് അടുക്കുവാനും ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരവും വന്നു ചേരും. ഉദ്യോഗ ആവശ്യത്തിനും മറ്റും ദൂരദേശത്ത് താമസിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്നിച്ച് താമസിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. സുഗന്ധ ദ്രവ്യങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളും വാങ്ങുവാനും അണിയുവാനും ഇവർക്ക് ലഗ്നഭാവത്തിലെ ശുക്രനും അവസരം നൽകുന്നു. അതുപോലെ പുതിയ കട്ടില്, കസേര ഇതൊക്കെ വാങ്ങി വീട് ആഡംബരമാക്കുന്നതിനും ഇവരെ കൊണ്ട് കഴിയുന്നതാണ്. എന്നാൽ 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി അത്ര അനുകൂലമല്ല. ശത്രുക്കളുടെ വർധനവും സ്വകർമ്മങ്ങൾക്ക് ചില തടസ്സങ്ങളും നാശങ്ങളും ഒക്കെ 9-ാം ഭാവത്തിലെ ശനി ഈ കൂറുകാർക്ക് നൽകുന്നതാണ്. കേസ് വഴക്കുകളിൽ ഉൾപ്പെടുവാനും പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ ഒക്കെ തടങ്കലിൽ കഴിയേണ്ട അവസ്ഥയും ഇവർക്ക് വന്നേക്കാം. പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഒക്കെ വലിയ ജാഗ്രത കൊടുത്ത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. 8-ാം ഭാവത്തിലാണ് ഇവർക്ക് രാഹു സ്ഥിതി ചെയ്യുന്നത്. സ്വജനങ്ങളുടെ വിരോധം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്വജനങ്ങളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ അവരുടെ പ്രീതി നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള ക്ലേശങ്ങൾ 8-ാം ഭാവത്തിലെ രാഹു ഈ കൂറുകാർക്ക് സമ്മാനിക്കും. വിദേശ യാത്രയ്ക്ക് ഈ കൂറുകാർക്ക് അനുകൂല സമയമാണ്. കേസുകളും വഴക്കുകളും ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ഇവർക്ക് അനുകൂലമല്ല. രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുവാൻ 2-ാം ഭാവത്തിലെ കേതു കാരണമായേക്കാം. ദേഹത്ത് മുറിവുകളും ചതവുകളും ഉണ്ടാകാതെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ കൂറിൽപ്പെട്ടവർ ചെയ്തു വരുന്ന പല കാര്യങ്ങൾക്കും മുടക്കം വരുവാനോ തടസ്സം വരുവാനോ സാധ്യത ഉള്ളതിനാൽ കർമ്മരംഗത്ത് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. വലിയ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് ചെറിയ മുതൽ മുടക്ക് ഉള്ള പദ്ധതികൾ മാത്രമേ ഇപ്പോൾ ആവിഷ്കരിക്കാൻ തുനിയാവൂ. അല്ലാത്ത പക്ഷം സാമ്പത്തികമായ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. ഇത് ചാരഫലം മാത്രമാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അന്തർദശയുടെയും അടിസ്ഥാനത്തിലാണ് ദോഷഫലങ്ങളും ഗുണഫലങ്ങളും അനുഭവപ്പെടുക. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ചാൽ കൂടുതൽ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.